ഞാനൊരു പള്ളിയിലെ ഇമാമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമയ്ക്ക് ഇത് ലൈവ് കാണുന്നവർക്കറിയാലോ, ഞാൻ ഇല്ലാത്ത കാര്യം പറയുന്നതല്ല. എന്റെ മഹല്ലത്തില് ജുമാ ദിവസത്തില് ഞാനത് എന്റെ പള്ളിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. സമുദായത്തിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണം നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കണം. ഏതെങ്കിലും പേക്കൂത്തുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികളുടെ വിവാഹം എടുക്ക്, ഏതെങ്കിലും പേക്കൂത്തുണ്ടോ? ഇല്ല. മുസ്ലിങ്ങളുടെ കല്യാണം എടുക്ക്, ഏതെങ്കിലും പേക്കൂട്ടില്ലാത്ത കല്യാണം ഉണ്ടോ? ഇല്ല. കണ്ണൂർ എയർപോർട്ട് റോഡ് തടഞ്ഞിട്ട് ഒട്ടകപ്പുറത്ത് പുതിയ ആപ്പിളയെ കൊണ്ടുവന്നു. ഒട്ടകപ്പുറത്തല്ല, നിങ്ങൾ എന്തിന്റെ പുറത്തോ, നീലത്തിമിംഗലത്തിന്റെ പുറത്തോ കൊണ്ടുവന്നു, ആനപ്പുറത്ത് കയറ്റിക്കും, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ സമുദായത്തിന്റെ പരിവേഷം കെട്ടിയിട്ട് ഈ സമുദായത്തെ പറയിപ്പിക്കരുത്. സമുദായത്തെ പറയിപ്പിക്കാൻ പാടില്ല. JCB കൊണ്ടുവരുന്നു, ടിപ്പറിൽ കൊണ്ടുവരുന്നു, കറിച്ചട്ടിയിൽ ആഹാരം കൊടുക്കുന്നു, ചെണ്ടമേളത്തോടെ കൊണ്ടുവരുന്നു. അനാവശ്യമായ പല കാര്യങ്ങളുമായിട്ട് കല്യാണത്തെ കൂട്ടിക്കുഴയ്ക്കുന്നു. ഞാൻ കുറ്റം പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെയോ സംഘടനകളെയോ പെണ്ണിന്റെ വാപ്പയോ ചെക്കനെയോ ചെക്കന്റെ കൂട്ടുകാരനെയോ അമ്മാവന്മാരെയോ ഒന്നുമല്ല ഞാൻ കുറ്റം പറയുന്നത്. ഞാൻ 1000 വട്ടം പറയുന്നു, ഇതിന്റെ ഒക്കെ യഥാർത്ഥ കുറ്റക്കാർ പള്ളിയിലെ ഖതീബും കമ്മിറ്റിക്കാരും. ഒരു സംശയ കാര്യത്തിലില്ല. ഞാൻ പള്ളിയിലെ ഇമാമ. ഞാൻ പറയാൻ, ചുഴുവഞ്ചിറ പള്ളിയിലെ മഹല്ലത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്റെ നാട്ടില് പനവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കല്യാണം കഴിക്കാൻ വന്നാൽ ചുഴുവഞ്ചിറ കമ്മിറ്റി കത്തുകൊടുക്കും. ഇവിടത്തെ ചെക്കനാണ്, മഹൽ അംഗമാണ്, നല്ല പയ്യനാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് ബ്രോക്കർ വഴിയോ അല്ലാതെയോ എന്റെ മഹല്ലത്തിൽ എത്തിക്കുമ്പോഴാണ് അവരവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കൈമാറുന്നത്. അങ്ങനെ 2 മഹല്ലുകളുടെ സുതാര്യമായ ആ ഒരു കൈമാറ്റത്തിന് ശേഷമാണ് നല്ല നിലയിൽ നിക്കാഹ് നടക്കുക. ചുഴുവഞ്ചിറയിലെയും എന്റെ നാട്ടിലെയും എന്റെ മഹല്ലത്തിലെയും ഓരോ മഹല്ലത്തിലെയും കമ്മിറ്റി ഭാരവാഹികൾ പറയണം, ഇസ്ലാമിനെതിരെയുള്ള പേക്കൂട്ടുകൾ നടക്കുമെങ്കിൽ മോനെ ഞാൻ സർട്ടിഫിക്കറ്റ് തരില്ല. ഇത് അള്ളാന്റെ പള്ളിയാണ്, ഇത് പടച്ചവന്റെ പള്ളിയാണ്. ഈ പള്ളിയിൽ നിന്ന് ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിന്റെ നിക്കാഹിനോ നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ നടക്കുമെങ്കിൽ പെർമിഷൻ തരില്ല എന്ന് പറയേണ്ട ബാധ്യത കമ്മിറ്റിക്കാർക്ക് ഉണ്ട്. ഇമാമ് പറയണം, എന്നെ അൽഫാത്തിയെ വിളിക്കാൻ കിട്ടൂല, എന്ന് പറയാൻ ഞാൻ വരണമെങ്കിൽ അവിടെ ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല എന്ന് നെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ പള്ളിയിലെ ഖതീബുമാര് പറയണം. അല്ലാത്ത സ്ഥലത്തിൽ ഞാൻ ദുആരക്കാൻ വരൂല എന്ന് പറയണം. കമ്മിറ്റിക്ക് പറയാം, നിങ്ങൾ എന്തെങ്കിലും ഇനി നിങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ പണിഷ്മെന്റ് പെനാൽറ്റി അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ ഈ പണി അവസാനിപ്പിക്കും. കാരണം എന്താ, വാപ്പ മരിച്ചാ പിന്നെ വീട്ടിന്റെ തട്ടുംപുറത്തിട്ട് ഉണക്കാനേ പറ്റുള്ളൂ. കമ്മിറ്റിക്കാർ പള്ളിയിൽ അടക്കാൻ സമ്മതിക്കൂല ഈ 1 ലക്ഷം അടയ്ക്കാതെ. ഈ 2 ലക്ഷം രൂപ കൊടുക്കാതെ പള്ളിയിൽ വാപ്പാരെ മയ്യത്തുകൊണ്ടുവരാൻ പറ്റൂല. അങ്ങനെ വരുമ്പോ 2 or 3 പേർക്ക് അടിച്ചുകൊട് 4ാമത്തെ കല്യാണം മുതൽ ദീനിയായ കല്യാണം നടക്കും. ഒരു സംശയമില്ല. അല്ലാതെ ഇങ്ങനെ നടക്കുന്ന കല്യാണത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വികൃതി കൂടുതലാ ഉസ്താദെ, നൂലോതിത്തരി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമിന്റെ അടുത്ത് വന്ന ചങ്ങല ഓതിക്കെട്ടിയ മാറൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വട ഓതിക്കെട്ടിയ മാറൂ എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ 916 സുന്നി തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, ഒരിക്കലും വാപ്പയുടെ ഉമ്മയുടെയും കല്യാണം ഈ കോമാളിത്തരത്തിൽ ഉണ്ടാകുന്ന കല്യാണത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് നന്നാകുന്ന ഒരു രീതിയിലും നമ്മൾ ഒരു മഷിയിട്ട് ഒരു മന്ത്രവാദിയെ കൊണ്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നന്നാവൂല. അതുകൊണ്ട് ജമാഅത്ത് പരിപാലന സമിതിക്കും മഹൽ ഖതീബിന്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് 2 കൂട്ടർ നന്നായാൽ സമൂഹം നന്നാവും. അൽ ഉലമാഉ വൽ ഉമറാഉ, ഖതീബും കമ്മിറ്റിക്കാരുമാണ്. ആ 2 പേര് ദുഷിച്ചാൽ ആ നാട് ദുഷിച്ചു. അള്ളാഹു നമ്മളെ ഇസ്സത്തുള്ളവരാക്കട്ടെ. ഏതോ ഒരു പള്ളിയിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പള്ളിയൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ആ പള്ളിയില് കല്യാണത്തിന് ശേഷം ഇങ്ങനെ ചെണ്ടമേളത്തോടു കൂടി ചെക്കനെ കൊണ്ടുപോയി 25,000 രൂപ അടിച്ചു കൊടുത്തു. 25,000 രൂപ അടിച്ചു കൊടുത്തു. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? ഡിസ്പോസബിൾ പ്ലേറ്റിലാണ് ചോറ് കൊടുക്കുന്നത്. കാരണം സ്റ്റീൽ പ്ലേറ്റിലെങ്ങാനും ചോറ് കൊടുത്ത അങ്ങാനും തമ്മിൽ കയറി മുട്ടിയിട്ട് ഇതിന് വേറെ മുട്ടാണെന്ന് പറഞ്ഞിട്ട് പള്ളിക്കാർ 5,000 അടിച്ചു കൊടുത്താലോ എന്ന് പേടിച്ചിട്ട് ഡിസ്പോസബിൾ പ്ലേറ്റിലാണ് ചോറ് കൊടുക്കുന്നത്. ആ ഒരു പേടി ഉണ്ടാവണം. വിറയ്ക്കണം മഹല്ലത്തെന്ന് പറഞ്ഞാൽ. ഇന്നേറെ ചെറുപ്പക്കാരനാ വിറയ്ക്കുന്നത്. ആർക്കാ? പണ്ടുള്ള ആളുകൾ പറയും, എന്ത് പ്രശ്നം വന്നാലും ചുഴുവഞ്ചിറയിലും മാമൂട്ടും കേരളപുരത്തിലും കുണ്ടറയിലും എളമ്പള്ളൂരും
മുക്കടയിലും അതുപോലെ ചന്ദനത്തോപ്പിലും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഓരോ മുക്കിലും മൂലകളിലും പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കപ്പെടേണ്ട സ്ഥലം പള്ളികളാണ്. കാരണം പള്ളി സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. നിസ്കരിക്കാനും ഹദ്ദാദോദാനും കുത്തുബിയത്ത് നടത്താനും മാത്രമുള്ളതല്ല പള്ളി. പള്ളി ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഈ നാട്ടിലെ ഒരു ഹിന്ദു അശോകൻ എന്ന് പറയുന്ന സഹോദരൻ ഇവിടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ വരുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം. ഞാൻ കേറി വന്നപ്പോ കേറി വരട്ടെ എന്ന് ചോദിച്ച് കേറി വന്നു. ഉസ്താദിനെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഞാൻ നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന ആളാണ്. എനിക്കൊരു ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞു എടുത്തോളൂ. അപ്പോഴും ഞാൻ അറിയുന്നില്ല അശോകനാൻ. അദ്ദേഹം എന്തോ പേര് പറഞ്ഞു. ഞാൻ അഷ്റഫ് എന്നാ കരുതി. ഞാൻ പറഞ്ഞു അഷ്റഫാണോ എന്ന് ചോദിച്ചപ്പോ എന്നെ പറഞ്ഞു അല്ല അശോകനാണ് ഞാൻ എന്ന് പറഞ്ഞു. അദ്ദേഹം പോയെന്നാണ് എന്റെ വിശ്വാസം. ആ ഒരു സ്നേഹവും ആ ഒരു കരുതലുമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവുന്നത് അല്ലേ. വരുന്നുണ്ട് എന്റെ വിഷയത്തിന്റെ ഗൗരവമായ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോളി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടത് അശോകന്മാരെയാണ്, അല്ലാതെ അബ്ദുള്ള കുട്ടിമാരെ അല്ല. നമുക്ക് വേണ്ടത് അശോകന്മാരെയാണ്. നമുക്ക് വേണ്ടത് അശോകന്മാരെയാണ്. നമുക്ക് വേണ്ടത് അബ്ദുള്ള കുട്ടിമാരെയും ആരിഫ് ഖാൻമാരെയും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പ്യുവർ അശോകന്മാരെയാണ് നമുക്ക് വേണ്ടത്. എങ്കിലേ ഇവിടെ സമാധാനത്തിന്റെ ഭാവി ഇന്ത്യ ഉണ്ടാകാൻ നമുക്ക് കഴിയുള്ളൂ. അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവുമുള്ള നല്ലൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹല്ലുകൾ വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല. പേടിക്കണം മഹല്ലെന്ന് പറഞ്ഞാൽ. പണ്ടുള്ള ആളുകൾ പറയും എന്തെങ്കിലും പറഞ്ഞ പോയി പള്ളി പറയണം, പോയി പള്ളി പറയണം എന്ന് പറഞ്ഞാൽ എന്താ? പരിഹരിക്കപ്പെടുന്ന സ്ഥലം പള്ളിയാണ് എന്നറിയാമായി. ഇന്ന് പള്ളി നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ചായക്കടയിലാണ്. പള്ളിയിലെ പ്രശ്നം പരിഹരിക്കുന്നത് ചായക്കടയിൽ വെച്ചിട്ടാണ്. അത് മാറണം. ചായക്കടയിലെ പ്രശ്നം പരിഹരിക്കാൻ പള്ളി തിരഞ്ഞെടുക്കണം. അള്ളാഹു ആ പള്ളിയോടുള്ള ഹുർമത്ത് പാലിക്കാൻ നമുക്ക് നൽകി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ള തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും തടയും ലുൽമുണ്ടെങ്കിലും. ഇനി ഒരുപാട് വിഷയം അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, സമയമില്ല. ലുൽമു നമ്മളെ വീട്ടിലുണ്ടോ, വീട്ടിൽ അള്ളാഹു ദാരിദ്ര്യം തരും. തന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ള തടഞ്ഞു വെക്കും, അതിലൊരു സംശയവും ഇല്ല. എന്നിട്ട് ആഖിറത്തിലോ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുകയാണ്